നമസ്കാരം. വിനോദസഞ്ചാരികളുടെ പറുദീസയായ ആലപ്പുഴയിലെ കാഴ്ചവിസ്മയങ്ങൾ ഇനി മറ്റൊരു തലത്തിലേക്ക് മാറ്റപ്പെടാൻ പോവുകയാണ്. ആലപ്പുഴയുടെ ടൂറിസം വികസനം ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ സമർപ്പിച്ച പദ്ധതിക്ക് കേന്ദ്ര അനുമതി ലഭിച്ചു കഴിഞ്ഞു. ഇതോടെ 93.17 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ആലപ്പുഴ നഗരം കേന്ദ്രീകരിച്ച് യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. നഗരത്തിലെ വിവിധ ജലാശയങ്ങളെ ബന്ധിപ്പിച്ചുള്ള സാഹസിക വിനോദ സംവിധാനങ്ങൾ, ബീച്ചിന്റെ സൗന്ദര്യവൽക്കരണം, പുന്നമട മുതൽ ബീച്ച് പരിസരം വരെ ടൂറിസം ഡിസ്ട്രിക്റ്റിൽ ഉൾപ്പെടുത്തി പ്രത്യേക വികസന പ്രവർത്തനങ്ങൾ എന്നിവയെല്ലാമാണ് പ്രധാനമായും ലക്ഷ്യമിട്ടിരിക്കുന്നത്. അവ സാക്ഷാത്കരിക്കപ്പെടുന്നതോടെ ആലപ്പുഴ ഇന്നത്തേതിൽ നിന്നും തികച്ചും വിഭിന്നവും കൂടുതൽ ആകർഷണീയവുമായ വിനോദസഞ്ചാര ഇടമായി മാറും. രാജ്യാന്തര നിലവാരത്തിലേക്ക് ആലപ്പുഴയിലെ വിനോദസഞ്ചാര മേഖലയെ ഉയർത്തുന്ന പദ്ധതിയാണ് ആലപ്പുഴ എ ഗ്ലോബൽ വാട്ടർ വണ്ടർലാൻഡ്. നഗരത്തിലെ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര ഇടങ്ങളായ പുന്നമട കായൽ, ബീച്ച്, മറ്റ് കനാലുകൾ എന്നിവിടങ്ങളിലെ വികസന പ്രവർത്തനങ്ങൾ സ്വദേശ ദർശൻ 2.0 പദ്ധതിക്ക് കീഴിലാകും നടപ്പാക്കുക. പുന്നമട കായൽ തീരത്ത് അത്യാധുനിക രീതിയിലുള്ള സംവിധാനങ്ങളാണ് പുതിയ പദ്ധതിയിലൂടെ സജ്ജമാക്കപ്പെടുന്നത്. ഈ കായൽ തീരത്ത് രാജ്യാന്തര ക്രൂസ് ടെർമിനൽ, സാംസ്കാരിക കേന്ദ്രം, ജലസാഹസിക വിനോദങ്ങൾ എന്നിവ യാഥാർത്ഥ്യമാക്കും. അതുപോലെ തന്നെ നഗരത്തിലെ കനാലുകളുടെ ഇരുവശങ്ങളിലുമായി ഇരിപ്പിടങ്ങൾ, ലൈറ്റിംഗ് സംവിധാനങ്ങൾ, കഫേകൾ, ബോട്ട് സർവീസുകൾ എന്നിവ ഒരുക്കാനും പദ്ധതി ലക്ഷ്യമിടുന്നുണ്ട്. ഒപ്പം ഇത്തരം ജലാശയങ്ങളിൽ ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റ് എന്ന നവീന ആശയം യാഥാർത്ഥ്യമാക്കാനും ഈ പദ്ധതിയിലൂടെ ഉദ്ദേശിക്കുന്നുണ്ട്. കൂടാതെ പുതിയ മാർക്കറ്റ്, ബോട്ട് ചട്ടി എന്നിവയും ഈ പദ്ധതിയിലൂടെ ഒരുങ്ങും. ബീച്ചിന്റെ സമ്പൂർണ്ണ വികസനമാണ് പുതിയ പദ്ധതിയിലൂടെ യാഥാർത്ഥ്യമാവുക. ബീച്ചിനോട് ചേർന്ന് സാംസ്കാരിക കേന്ദ്രം, നടപ്പാത, ഇരിപ്പിടങ്ങൾ, വിളക്കുകൾ എന്നിവ സ്ഥാപിച്ച് കൂടുതൽ സൗന്ദര്യവൽക്കരിക്കാനും ഉദ്ദേശിക്കുന്നുണ്ട്. ഇവയ്ക്കു പുറമെ നഗരത്തിലെത്തുന്ന സഞ്ചാരികളുടെ സുഗമമായ യാത്രയ്ക്കായി പാർക്കിംഗ് സൗകര്യം, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ഓഫ് എന്നിവയ്ക്കായി ഷട്ടിൽ സർവീസുകൾ, ബഹുഭാഷ ഓൺലൈൻ ടിക്കറ്റ് പോർട്ടൽ, പരാതി പരിഹാരത്തിന് AI ചാറ്റ് ബോട്ടുകൾ, വിവിധ ഭാഷകളിലുള്ള ദിശാബോർഡുകൾ എന്നിവയും ക്രമീകരിക്കും. അതുപോലെ നഗരത്തിലെ വിവിധ ടൂറിസം ഇടങ്ങളിലേക്കായുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിനായി പ്രത്യേക കിയോസ്കുകൾ, QR കോഡ് സ്കാനിംഗ് സൗകര്യം, വിദേശ സഞ്ചാരികൾക്കായി ഓഡിയോ വീഡിയോ ടൂർ ഗൈഡിംഗ്, സുരക്ഷാ നിരീക്ഷണ സംവിധാനങ്ങൾ എന്നിവയും പദ്ധതിയുടെ ഭാഗമായി സജ്ജമാക്കും. പുന്നമട മുതൽ ബീച്ച് വരെയുള്ള 12 കിലോമീറ്ററോളം ദൂരം കായലിനെയും കനാലുകളെയും കടലിനെയും ബന്ധിപ്പിച്ചുള്ള പ്രത്യേക വിനോദസഞ്ചാര മേഖല വികസിപ്പിക്കാനാണ് ഈ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. സഞ്ചാരികൾക്കായി സമാന സ്വഭാവമുള്ള കേന്ദ്രങ്ങളെ കോർത്തിണക്കി ഒരുക്കുന്ന പ്രത്യേക പദ്ധതിയാണ് ടൂറിസം ഡിസ്ട്രിക്ട്. പുതിയ പദ്ധതിയിലൂടെ പുന്നമട കായലിൽ ജലസാഹസിക വിനോദങ്ങളും ക്രൂസ് ടെർമിനലും ഒരുക്കപ്പെടുന്നതോടെ ഇവിടം കൂടുതൽ ആകർഷണീയമായി തീരും. കനാലുകൾ സൗന്ദര്യവൽക്കരിച്ച് ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റും വശങ്ങളിലായി ഇരിപ്പിടങ്ങളും സ്ഥാപിക്കുന്നതിലൂടെ സഞ്ചാരികൾക്ക് ഏറെ നേരം അവിടങ്ങളിൽ ചിലവഴിക്കുന്നതിനുള്ള അവസരവും തുറക്കപ്പെടും. ഈ വിധത്തിലെല്ലാം ടൂറിസത്തിനായുള്ള പ്രത്യേക മേഖല നിലവിൽ വരുന്നതോടെ നഗരത്തിൽ നൈറ്റ് ലൈഫും സജീവമാകും. പൊതുവികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ടൂറിസം വകുപ്പ്, ആലപ്പുഴ കനാൽ മാനേജ്മെന്റ് സൊസൈറ്റി, സംസ്ഥാന മാരിടൈം ബോർഡ് എന്നിവയുടെ കൈവശമുള്ള സ്ഥലങ്ങൾ ഏറ്റെടുക്കാനും തീരുമാനമായിട്ടുണ്ട്. 2026 മാർച്ചോടെ ആലപ്പുഴ നഗരം കേന്ദ്രീകരിച്ചുള്ള വികസന പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പിന്റെ മേൽനോട്ടത്തിലാണ് ഈ പദ്ധതി നടപ്പാക്കുക. വാർത്തയുടെ നിറം തേടി തനിനിറം.